ആക്ച്വലി ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഞാൻ മോളുടെ ഒപ്പം ഇരുന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെ സിമ്പിൾ ആണല്ലോ, കുറച്ച് കളർ പേപ്പർ ചേർത്ത് ഒട്ടിച്ച് ഒരു പോട്ടാക്കാം, ഇത്രയും മാത്രമേ എന്റെ മനസ്സിൽ കൂടി പോലും പോയിരുന്നുള്ളൂ. പക്ഷേങ്കിൽ കൊച്ച് അത് എടുത്ത് ഓരോ പ്രാവശ്യം അത് ഒട്ടിക്കുമ്പോഴും ഇപ്പൊ ചെറിയ ഈ ഒരു ലീഫ് ആണെങ്കിൽ കൂടി ഇതിന്റെ ടിപ്പ് ഏതാ എഡ്ജ് ഏതാന്നുള്ള ഒരു കൺഫ്യൂഷൻ, പിന്നെ കൊച്ചത് ഒട്ടിക്കുമ്പോൾ തെറ്റുന്നു, വീണ്ടും അത് എടുത്ത് അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചൊട്ടിക്കുന്നു, വലുതും ചെറുതും തമ്മിലുള്ള ഡിഫറൻസ്, എവിടെയാണ് ഇതിന്റെ ഓരോ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു പശ എടുത്ത് ഒരു പേപ്പറിൽ തേക്കുന്നതിന്റെ അകത്ത് പോലും ആ ഒരു ഐ ഹാൻഡ് കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട്. കാരണം ആദ്യത്തെ പ്രാവശ്യം പശ തേക്കുന്ന പോലെ അല്ല അടുത്തടുത്ത പ്രാവശ്യം വെച്ച് പശ തേച്ചുകൊണ്ടിരുന്നത് തന്നെ. എല്ലാ രീതിയിലുമുള്ള ഡെവലപ്മെന്റ്, കൈയുടെ ആണെങ്കിലും നമ്മുടെ മോട്ടോർ സ്കിൽസ് എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റും ഈ ഒരു സംഭവത്തിൽ ഒരു കുട്ടിക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ് ആവശ്യമുണ്ട് ഈ ഒറ്റ ഒരു ക്രാഫ്റ്റ് വർക്കിൽ തന്നെ അതിനെല്ലാത്തിനും ഓരോ പോയിന്റ് ബേസിലും ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഈ ഒരു ക്രാഫ്റ്റ് വർക്കിന്റെ ഒരു ബെനിഫിറ്റ്. അതിലുള്ള ഇമ്പ്രൂവ്മെന്റ് ശരിക്കും കാണാം. ഇനിയിപ്പോ അടുത്ത